കമ്പനി ബോർഡ് LGS എക്സാമായി. അപ്പം ഈ എക്സാം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തൊട്ട് ഒരുപാട് പേർക്ക് ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കമ്പനി ബോർഡ് LGSന് പഠിക്കാൻ സഹായകരമായ ബുക്കുകൾ ഏതാ, എങ്ങനെയാണിത് പഠിക്കേണ്ടത്, എന്തൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് വേണം തുടങ്ങിയവയാണ്. അപ്പം ഞാൻ ഇന്ന് എടുക്കുന്നത് കമ്പനി ബോർഡ് LGSന് വേണ്ടി നമ്മൾ കുറേ ബുക്കുകൾ എല്ലാത്തിനെയും മേടിക്കാറുണ്ട്. അങ്ങനെ പുതിയ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു ബുക്ക് ഏതെങ്കിലും ഒരു റാങ്ക് ഫെയിലാണ്. അതിൽ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ടാലൻറ്റിൻ്റെ റാങ്ക് ഫെയിലാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ടാലൻറ്റ് റാങ്ക് ഫെയിൽ അതോടൊപ്പം തന്നെ നമുക്ക് മറ്റു 2-3 ഘടകങ്ങൾ ഇന്നോടെ നോക്കാം. എങ്ങനെയാണ് LGSന് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കരുതണം, അതാണ് പ്രധാനമായും ഈ വീഡിയോയിലുള്ളത്. അപ്പം LGSന് പഠിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. കമ്പനി ബോർഡ് LGS എല്ലാവരുടെയും ഒരു സ്വപ്ന ജോലിയൊക്കെ തന്നെയാണ്. അപ്പം ഇന്ന് ഈ ഒരു ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യം നിങ്ങൾ റാങ്ക് ഫെയിൽ ഏതുമായിക്കോട്ടെ, എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഏത് റാങ്ക് ഫെയിൽ ആണെങ്കിലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ടും വേണ്ട ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതായത് ഇത് ഒന്നെങ്കിൽ നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതി തയ്യാറാക്കുക, അല്ല എങ്കിൽ നിങ്ങളിതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. എന്താ സാധനം മനസ്സിലായോ? ഇത് സിലബസ് ആണ്. കാരണം റാങ്ക് ഫെയിലിൽ തന്നിരിക്കുന്ന കണ്ടന്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മളെ പഠിക്കാൻ പോകുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഇതാണ് പ്രോപ്പർലി നമ്മുടെ കയ്യിൽ വേണ്ടത്, അല്ലേ? അപ്പം ഇന്ന് നമുക്ക് കമ്പനി ബോർഡ് LGSൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആദ്യം നോക്കാം. പൊതുവിജ്ഞാനം 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, നമ്മുടെ റീസണിങ്ങും മാത്സും എല്ലാം കൂടി 20 മാർക്ക്, അല്ലേ? അപ്പോൾ ഇതിൽ നമ്മുടെ റാങ്ക് ഫെയിലിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. എല്ലാ പോർഷൻസും ഉണ്ടോ? കമ്പനി ബോർഡ് LGSന് നമ്മുടെ ഈ റാങ്ക് ഫെയിലിൽ പ്രോപ്പറായിട്ട് ആദ്യം തന്നെ സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സിലബസിൻ്റെ ബേസ് ചെയ്തുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. അപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ആനുകാലിക വിഷയങ്ങൾ എന്ന് പറയുന്നത് 20 മാർക്കാണ്. അത് ആദ്യം തന്നെ ഓർക്കുക. ഇതിൽ തന്നിരിക്കുന്ന മാത്രം നമുക്ക് എന്തുകൊണ്ട് പഠിക്കാൻ പറ്റില്ല? ഇതിൽ തന്നിരിക്കുന്ന കണ്ടന്റ് കൊണ്ട് മാത്രം നമുക്ക് ആനുകാലിക വിഷയങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരിക്കലും നിങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കരുത്. ആനുകാലിക വിഷയങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് തന്നെയാണ് PSC ഇപ്പോൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ നിങ്ങൾ പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. ഇനിയും സഫീഷ്യൻ്റ് ആയിട്ട് പൊതുവിജ്ഞാനത്തിൽ 40 മാർക്കാണ്. 40 മാർക്ക് എന്ന് പറയുമ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാണ് പോർഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളായിട്ടുള്ള 1-ാം സ്വാതന്ത്ര്യ സമരം, രാജ്ഞിയുടെ വിപ്ലവം, വിളംബരം, ബംഗാൾ വിഭജനം, സ്വദേശി പ്രസ്ഥാനം, മുസ്ലിം ലീഗ്, ഗദ്ദാർ പാർട്ടി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ഹോം റൂൾ പ്രസ്ഥാനം, ഇങ്ങനെ തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ വരെയുള്ള സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, INC, സ്വാതന്ത്ര്യ സമര സേനാനികൾ, അതായത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 127 പേജ് വരെ ചോദിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം. അത് കഴിഞ്ഞ ശേഷം ആണ് നമുക്ക് വേണ്ടതാണ്, എങ്കിലും 127 പേജ് വരെയാണ്. 19-ാം പേജ് തൊട്ട് 127-ാം പേജ് വരെയാണ് നമ്മുടെ എന്ത് വന്നിരിക്കുന്നത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വന്നിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 5 മാർക്കാണ് കിട്ടുന്നത്. ഈ പോർഷൻസ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഈ പോർഷൻസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ 1-ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ പാഠപുസ്തകത്തെ ബേസ് ചെയ്തിട്ട് വളരെ ക്രിസ്പി ആയിട്ടാണ്. അതായത് വലിയ രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ടില്ല, എന്നാൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വിപ്ലവത്തിനുള്ള കാരണങ്ങളുണ്ട്. വിപ്ലവത്തിനുള്ള കാരണങ്ങൾ ദത്താവകാശ നിരോധന നിയമം, പോസ്റ്റ് ഓഫീസ് നിയമം, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമം. അപ്പം പ്രധാനപ്പെട്ട നിയമങ്ങളെല്ലാം തന്നെയും ഇതൊരു അതായത് നമ്മുടെ ഒരു ഡീറ്റെയിൽഡ് പോർഷൻസ് ചോദിക്കുന്ന NCERTയെ ഉൾപ്പെടുത്തി തന്നെയാണ് ഈ ഒരു പോർഷൻസ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കിക്കേ, എന്നാൽ 1857 കലാപം നമ്മുടെ PSC ബുള്ളറ്റിനിലൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ റെഫറൻസ് എന്നുള്ള പോർഷനിൽ PSC ബുള്ളറ്റിന് ഇവിടെ പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, അത് ഇന്ത്യ എന്ന് പറയുന്ന PSC ബുള്ളറ്റിനുണ്ട്. നിങ്ങൾക്ക് അഡീഷണലായിട്ട് വേണമെങ്കിൽ വായിക്കണമെങ്കിൽ. പക്ഷേ മസ്റ്റായിട്ടും നിങ്ങൾ SCERTയിൽ ഇതിൽ കൂടുതൽ പോർഷൻ, SCERT NCERTയിൽ ഇതിൽ കൂടുതൽ പോർഷൻസ് കാണും, അത് ഉറപ്പാണ്. ഇതൊരു LGSൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ വായിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ക്രിസ്പി നോട്ടാണ് ഇതിനകത്തെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കിക്കുക, പുതിയ പോർഷൻസ് വന്നിട്ടുണ്ടോ? നമ്മളൊരു പുസ്തകം നോക്കുമ്പോൾ എപ്പോഴും നോക്കുന്നത് പുതിയ പോർഷൻ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വന്നു. കണ്ടോ, മണികർണിക എന്ന ചിത്രത്തിൽ ഝാൻസി റാണിയായി വേഷമിട്ടത്, അങ്ങനെയുള്ള റീസെൻ്റ് കാര്യങ്ങളും ഇവർ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതൊക്കെ PYQs തന്നെയാണ്. 1757 കലാപ പ്രദേശങ്ങൾ, ഇതൊക്കെ PYQs റിപ്പീറ്റഡ് പോർഷൻസ് ചോദിക്കുന്നതാണ്. അപ്പം ഇന്ത്യ ചരിത്രം. പക്ഷെ നിങ്ങൾ വായിക്കുമ്പം ഒരു കാര്യം, അല്ലെങ്കിൽ ഇത് റാങ്ക് ഫെയിൽ വായിക്കുമ്പോൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത്, ഈ രീതിയിൽ പഠിക്കുമ്പോൾ, അതായത് ഒരു പോർഷൻ പഠിച്ച് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ റാങ്ക് ഫെയിൽ, അല്ലെങ്കിൽ ഒരു ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കണം റാങ്ക് ഫെയിൽ ഉണ്ടാകുന്നത്. കാരണം 167 പേജ് വായിച്ചു കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 167 പേജ് ഒരു ദിവസം ഒരു 20 പേജ് മാത്രം വായിക്കുകയാണെങ്കിൽ പോലും നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടാണ് നമുക്ക് ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മാർക്കേ ലഭിക്കത്തുള്ളൂ. നിങ്ങൾ പരിഗണന കൊടുക്കേണ്ടത് എന്തിനായിരിക്കണം? ലഘുഗണിതം, മാനസിക ഗണിതം എല്ലാ ദിവസവും ചെയ്ത് നോക്കി സയൻസും പൊതുജനാരോഗ്യവും ആനുകാലിക വിഷയങ്ങളും ഉൾപ്പെടുത്തി തന്നെ പഠിക്കാനായിരിക്കണം നിങ്ങൾ എല്ലാ ദിവസവും പരിഗണന കൊടുത്ത് മുന്നോട്ട് പോകേണ്ടത്. ഇനി അടുത്ത പോർഷൻ നോക്കാം നമുക്ക്. ഇതാണ് എൻ്റെ ഈ പുസ്തകത്തിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും അവരുടെ റിപ്പീറ്റഡ് ഏരിയാസ് പരിഗണിക്കേണ്ട, ഒരു PSC ആദ്യമായി പഠിക്കേണ്ടവർക്ക് ഉൾപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ തന്നെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം വൈസ്രോയിമാരായാലും ഇതൊക്കെ കുറേ സമയമെടുത്ത് നിങ്ങൾ പഠിക്കരുത്, ചരിത്രം മനസ്സിലാക്കി പഠിക്കാനായിട്ട് തന്നെയുള്ളതാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് പോകുന്നത് ചരിത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതുള്ള ഈ പോർഷൻസിനാണ്. അതായത് നമ്മുടെ പൊതുജനാരോഗ്യം എന്നുള്ളൊരു പോർഷനാണ്. പൊതുജനാരോഗ്യത്തിൽ സത്യം പറഞ്ഞാൽ PYQs നേരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ PYQs, ഇത് ഏത് റാങ്ക് ഫെയിൽ ആണെങ്കിലും, എനിക്ക് റാങ്ക് ഫെയിലിൻ്റെ ആദ്യത്തെ ഒരു റാങ്ക് ഫെയിൽ ആണെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഈ പോർഷൻ നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കണം. ഇത് CA പോർഷനാണ്. ഇത് ഒരിക്കലും എല്ലാ റാങ്ക് ഫെയിലുകളിലും പുതിയ പോർഷൻസ് ഉണ്ടാകാൻ വലിയ സാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് ഇതൊരു അപ്ഡേറ്റഡ് ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് ഈ പോർഷൻ പഠിക്കുമ്പോൾ PYQs നോക്കുക, എന്തൊക്കെയാണ് ഇതിൻ്റെ PYQs ഉള്ളത് എന്ന് നോക്കുക. PYQs ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, പക്ഷേ ഇവിടെ കുറച്ച് PYQs മാത്രമാണ് ഈ പോർഷനെ ബേസ് ചെയ്തിട്ടുള്ളത്. ആ PYQs നോക്കി ഒരു ഐഡിയ കിട്ടും. മോർ PYQs പൊതുജനാരോഗ്യത്തെ പറ്റി വേണം. കാരണം ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വലിയ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്. 10 മാർക്കിൽ വരുന്ന ഒരു പോർഷനാണ്, നന്നായി പഠിക്കാനുള്ള ഒരു പോർഷനാണ് പൊതുജനാരോഗ്യം എന്ന് പറയുന്നത്. അപ്പം അതിന് നന്നായി പരിഗണന കൊടുത്തു തന്നെ നിങ്ങൾ പഠിക്കുക. മാത്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്സിൻ്റെ പ്രോബ്ലംസ് ടൈപ്സ് കുറച്ച് ടൈപ്സ് മാത്രമാണ്, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് മാത്രമാണ് വന്നിരിക്കുന്നത്. പക്ഷേ SCERT ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. SCERT ബേസ് ചെയ്ത് ഇപ്പോൾ LCM ആണ് ചാപ്റ്റർ എടുക്കുന്നതെങ്കിൽ LCMൻ്റെ എന്ത് കൊടുത്തിട്ടുണ്ട്? LCMൻ്റെ നമ്മുടെ പോർഷൻസ് കണ്ടോ, ഓൾഡ് SCERTയിലെ ക്ലാസ്സുകൾ ഓൾഡ് SCERTയിലെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ ഭിന്നസംഖ്യ ആണെങ്കിൽ ഭിന്നസംഖ്യയിലെ പാഠപുസ്തകം കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. കുറേ ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് എഴുതാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനൊരു റാങ്ക് ഫെയിൽ നിങ്ങളുടെ കയ്യിൽ വേണം. ഏത് റാങ്ക് ഫെയിലും ആകാം. പുതിയൊരു റാങ്ക് ഫെയിൽ കണ്ടപ്പം പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് നമ്മൾ പറഞ്ഞു ഒരു റാങ്ക് ഫെയിൽ വേണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ഒരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു PYQs വെക്കണം. PYQs റീസെൻറ്റ് PYQs വയ്ക്കുക. എൻ്റെ കയ്യിൽ ഇന്നുള്ളത് ഞാൻ മേടിച്ചിരിക്കുന്നത് ബെസ്റ്റ് അക്കാഡമിയുടെ ഒരു PYQs കണ്ടു. അത് 2022 എല്ലാ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. പക്ഷേ അവരുടെ എനിക്ക് തോന്നുന്നു 2025 നടന്ന പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പർ അവർ ഇട്ടിട്ടുണ്ട്. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ ഇത് പരിഗണിക്കാവുന്നതാണ്. ഇതിൽ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. എല്ലാ എക്സാമിനും നോക്കുന്നതാണ്. ലാസ്റ്റ് ഗ്രേഡ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാകും. ലാസ്റ്റ് ഗ്രേഡിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ കട്ട് ഓഫ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ എന്താണ് നോക്കിക്കുക, ലാസ്റ്റ് ഗ്രേഡ് എക്സാംസിൽ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക എല്ലാ ക്വസ്റ്റ്യൻസും വൺ വേർഡ് മാത്രമൊന്നുമല്ല, അവിടെ എന്തും ചോദിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി LGSന് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, യൂണിവേഴ്സിറ്റി എക്സാംസിന്. അപ്പോൾ നമ്മൾ ആ ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് നല്ലതാണ്, ഒരു റാങ്ക് ഫെയിലിനോടൊപ്പം തന്നെയും എന്ത് നല്ലതാണ്, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്കും അത്യാവശ്യമാണ്. അതും മനസ്സിലാക്കണം. റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി അങ്ങനെയല്ല, ഇപ്പം ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഇതിൻ്റെ PYQs റോ ഫയലിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കളക്ട് ചെയ്ത് ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ ഞാൻ നൽകുന്നുണ്ട്. എല്ലാ PYQsഉം നടക്കുന്ന എല്ലാ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ കളക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ LGS എക്സാമിന് ഒരുപാട് പേര് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ധാരണ ഞാൻ തന്നു. ഒരു റാങ്ക് ഫെയിൽ കയ്യിൽ കരുതണം, സിലബസ് കയ്യിൽ കരുതണം. അതോടൊപ്പം തന്നെ അടുത്തൊരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് PYQs കയ്യിൽ കരുതണം. അപ്പം ഇനി ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്പിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അതായത് ഞാൻ ഈ പറഞ്ഞ സിലബസ്, കംപ്ലീറ്റ് സിലബസ് നമ്മുടെ കയ്യിലുണ്ടാകും.
പിന്നെ അതോടൊപ്പം തന്നെ എല്ലാ വിഷയങ്ങളെയും ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുണ്ടാകും. ഇന്ത്യൻ ചരിത്രം കണ്ടോ, ഇന്ത്യൻ ചരിത്രം, ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരളം, ഭൂമിശാസ്ത്രം, കേരള ചരിത്രം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, കല, കായികം, സംസ്കാരം, സാഹിത്യം, ആനുകാലിക വിഷയങ്ങൾ തുടങ്ങിയവയെല്ലാം ബേസ് ചെയ്ത ക്ലാസ്സുകൾ എന്തുണ്ടാകും? നമ്മുടെ ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സുകളിൽ ഇങ്ങനെ മന്ത്ലി കറണ്ട് അഫെയർസ് ആയിട്ട് തന്നെയും നമ്മൾ എന്ത് ചെയ്യും? അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫെയർസ് അതോടൊപ്പം തന്നെ മാത്സ് അല്ലെങ്കിൽ ഒരു വിഷയത്തെ ബേസ് ചെയ്ത ഡീറ്റെയിൽഡ് ക്ലാസ് ഇവയൊന്നും കാണാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ മൊബൈൽ ആപ്പിൽ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഇതിനെ കാണുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പലർക്കും മാത്സ് ഒക്കെ ഭയങ്കര പ്രയാസമായിട്ട് തോന്നും. മാത്സ് ഒക്കെ എങ്ങനെ ചെയ്യും? ഇപ്പോൾ മാത്സ് സംഖ്യകളെ അടിസ്ഥാന ക്രിയകൾ എന്ന് പറയുന്നതിനെ ബേസ് ചെയ്ത് 4-5 ക്ലാസ് ഉണ്ടാകും. LCM ബേസ് ചെയ്ത് കണ്ടോ, LCM ആൻഡ് HCF എന്ന് പറയുന്നത് 4 ക്ലാസ് ആയിരിക്കും. അങ്ങനെ ഓരോ പോർഷനും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കാണാൻ പറ്റുന്ന രീതികളായിരിക്കും നമ്മൾ ഇവിടെ ആപ്പിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ SCRT ഉണ്ടാകും, SCRT ടെക്സ്റ്റ് ബുക്ക്, SCRT സോഷ്യൽ സയൻസ്, നിങ്ങൾക്ക് വേണ്ട സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും പോർഷൻസ് ഞങ്ങളിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും. ദെൻ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ PYQs, ഓരോ വർഷത്തെയും 10th ലെവലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് സൊല്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഉപകാരമാണ്. പിന്നെ ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് അധ്യാപകരുണ്ടാകും. നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ട് എക്സാംസ് ഓരോ കോഴ്സ് ബേസ് ചെയ്തിട്ടും ആ കോഴ്സിന് നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട്, ഡെയിലി വർക്കൗട്ട് ഉണ്ടാകും. ഡെയിലി വർക്കൗട്ട് ഓരോ ദിവസവും വർക്കൗട്ടുകൾ തരും. അത് ഈ ഒരു എക്സാമിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് കറണ്ട് അഫെയർസ് ആണ്. അപ്പോൾ കറണ്ട് അഫെയർസിനെ ബേസ് ചെയ്ത് വർക്കൗട്ട്, ഡെയിലി വർക്കൗട്ടും ഉണ്ടാകും. അപ്പോൾ കമ്പനി ബോർഡ് LGSന് പഠിച്ചു തുടങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന 3 ഘടകങ്ങളാണ് ഞാനിന്ന് പരിചയപ്പെടുത്തിയത്. ഒന്ന്, ഒരു റാങ്ക് ഫയലാണ്. അത് ഏത് കമ്പനിയുടെ ആകാം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത് പുതിയൊരു റാങ്ക് ഫയൽ വന്നതുകൊണ്ട് ടാലൻറ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ PYQs മസ്റ്റായിട്ടും കയ്യിൽ കരുതുക. PYQs എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വേണം. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കോമ്പറ്റിറ്റീവ് ക്രാക്കർ ആപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട. ഈ കണ്ടൻറ്റുകളെല്ലാം നമ്മുടെ ആപ്പിലുണ്ടാകും. ദെൻ അടുത്തത് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്തി. കൃത്യമായി ഈ പറയുന്ന എല്ലാ ക്ലാസ്സുകളും അതിൽ അപ്ലോഡ് ചെയ്ത് ഒരു മെൻറ്റർ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ തന്നെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ടൈം ടേബിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പൊതുജനാരോഗ്യത്തിൻ്റെയും ആനുകാലികത്തിൻ്റെയും ഒക്കെ ക്ലാസ്സുകളായിരിക്കും കൂടുതലായിട്ടുണ്ടാകുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വേഗത്തിൽ കിട്ടുന്ന രീതിയിലുണ്ടാകുന്ന ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ടൈം ടേബിളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മറന്നു പോവേണ്ട, കമ്പനി ബോർഡ് LGS സ്വപ്നം കാണുക മാത്രമല്ല, നേടിയെടുക്കാനും CC നിങ്ങളെ സഹായിക്കും. അപ്പോൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ താഴെ കൊടുത്തിരിക്കാം, ഒന്ന് കണക്ട് ചെയ്തോളൂ.